ടെൽ കഴിഞ്ഞ ദിവസം നടന്ന ചാവേർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാനിലെ ഹന്തല ഗ്രൂപ്പ് ഏറ്റെടുത്തു. ആ സ്ഫോടനത്തിൽ ദുരൂഹമായിരിക്കുന്ന ഒരു അപകടവും മരണവുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വലിയ തരത്തിലുള്ള അന്വേഷണങ്ങളും ലോക ശ്രദ്ധയിലേക്ക് വന്നിരിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ടെൽ കാർ ബോംബ് സ്ഫോടനത്തെ കണ്ടത്. അതൊരു ചാവേർ സ്ഫോടനമാണോ എന്നൊക്കെ സംശയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ റിപ്പോർട്ട് വളരെ പ്രത്യേകമായ രീതിയിലാണ് വന്നിരിക്കുന്നത്. മൊസാദിൻ്റെ ഒരു ഏജൻ്റാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത്. വനിതാ ഏജൻ്റാണ് കൊല്ലപ്പെട്ടത്. ലീഡർഷിപ്പുള്ള ഏജൻ്റാണ് എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണ്, എന്ത് സംഭവമാണ് നടന്നത്, ഓടുന്ന വാഹനം പൊട്ടിത്തെറിച്ചതാണോ മറ്റെന്തെങ്കിലും സംഭവങ്ങളാണോ എന്നതിനെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ സമഗ്രമായിരിക്കുന്ന അന്വേഷണം ആ സമയത്ത് തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. അവർ കണ്ടെത്തിയിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, അങ്ങനെയൊന്നും അല്ല ഉണ്ടായത്. മാരക സ്ഫോടക വസ്തു ഒളിപ്പിച്ച് വെച്ചത് പൊട്ടിത്തെറിച്ചതാണെന്ന് പറഞ്ഞു. 1.5 കിലോയോളം തൂക്കം വരുന്ന സ്ഫോടക വസ്തു കാറിൻ്റെ പിറകിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് കാണാതെ പോയി. അങ്ങനെയാണ് ലിയ മൽക്കോ കോഹൻ എന്ന 35 വയസ്സുകാരി മൊസാദിൻ്റെ ഏജൻറ്റ് കൊല്ലപ്പെടുന്നത്. മൊസാദിൻ്റെ ഏജൻ്റ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ മൊസാദിൻ്റെ ഏജൻ്റ് ആണ് എന്നുള്ളതാണ് പ്രാധാന്യമായിരിക്കുന്ന റിപ്പോർട്ട്. ഇസ്രായേലിൻ്റെ പോലീസ് ഓഫീസറായിട്ട് ജോലി ചെയ്തിരുന്നു മുൻപ് ഈ പറയപ്പെട്ട സ്ത്രീ. അങ്ങനെ അവർ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള സ്ഥലത്തിൽ നിന്ന് പുറപ്പെടുന്ന സമയത്താണ് ഈ സംഭവം നടന്നത് എന്ന് പറയുന്നു. അതിന് ഹന്തല ഗ്രൂപ്പ് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ആ മേഖലയിൽ പരമാവധി രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് തങ്ങൾക്ക്. അത് വളരെ കൃത്യതയോട് കൂടിയിട്ട് തങ്ങൾ അത് പഠനം നടത്തിയതിന് ശേഷമാണ് രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി സാധിക്കുന്നത്. ഈ സ്ത്രീക്ക് പിന്നിൽ മാസങ്ങളോളം കൃത്യമായിരിക്കുന്ന നിരീക്ഷണങ്ങളും നിരീക്ഷണങ്ങൾ നടത്തുകയും പിന്തുടരുകയും ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ വീടും അവരുടെ പരിസരവും അവരുടെ താമസ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലെയും പിന്തുടരാൻ വേണ്ടി പ്രത്യേകമായിരിക്കുന്ന ഈ കാര്യത്തിൽ വിദഗ്ധരായിരിക്കുന്ന ആളുകളെ തങ്ങൾ നിയമിച്ചു. അങ്ങനെ തങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. അങ്ങനെയാണ് ഇത്തരം ഒരു സ്ഫോടന വസ്തു വെച്ചുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയുന്നു. ഇതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഒരു വിവരം ഇപ്പോഴും ഇസ്രായേലിൻ്റെ ഭാഗത്ത് പുറത്ത് വന്നിട്ടില്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. ഇസ്രായേലിൻ്റെ അകത്ത് വെച്ച്, അതും തലസ്ഥാനമായിരിക്കുന്ന ടെൽ ചേർന്നുകൊണ്ട് മൊസാദിൻ്റെ ഒരു ഏജൻസി എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ വളരെ പെട്ടെന്ന് തന്നെ അവിചാരിതമായിട്ട് കൊല്ലപ്പെടുന്നു എന്ന് പറയും. അത് കാറ് പൊട്ടിത്തെറിച്ചുകൊണ്ട് കൊല്ലപ്പെടുന്നു പറയുന്നത് നിസ്സാര സംഭവമൊന്നുമല്ല. അങ്ങനെ ആവുന്ന സമയത്ത് മറ്റുള്ളവർക്ക് എന്ത് സുരക്ഷിതത്വം എന്ന ചോദ്യം പ്രസക്തമായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖലയിലുള്ള ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് സമഗ്രമായിരിക്കുന്ന അന്വേഷണത്തിൻ്റെ പൂർത്തീകരണം ഇപ്പോൾ നടന്നിട്ടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൊസാദ് സംഘത്തിൻ്റെ രഹസ്യങ്ങൾ ചോരുന്നുണ്ട് എന്ന് ഇതിന് മുൻപ് തന്നെ റിപ്പോർട്ട് വന്നതാണ്. ലോകത്തിലെ പരമാവധി രഹസ്യ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സംഘമായിട്ടാണ് മൊസാദിനെ അറിയപ്പെടുന്നത്. എന്നാൽ അവരിൽ നിന്ന് രഹസ്യങ്ങൾ ചോരുന്നു എന്ന് പറഞ്ഞു കാണാൻ നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. അതിൻ്റെ ഒരു രഹസ്യ ചോർത്തയാണ് ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. അവർ മറ്റ് ചില ലക്ഷ്യങ്ങളും കൂടി ഇറാനിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ മുനയൊടിക്കാൻ വേണ്ടി ഇറാന് സാധിച്ചു. 2 കാര്യങ്ങൾ ഇതിൽ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നുണ്ട്. ഒന്ന്, ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് അതിൻ്റെ രഹസ്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ട്. രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി സാധിച്ച അന്ന് തുർക്കിക്കാണ്. തുർക്കിക്ക് ചോർത്തി കൊടുത്തത് ഇനി ഈ പറയപ്പെട്ട ഹന്തല ഗ്രൂപ്പാണോ മറ്റ് ഗ്രൂപ്പാണോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. തുർക്കിക്ക് ഈ വിവരം കിട്ടിയതോടുകൂടി തുർക്കിയും ഖത്തറും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിവരം അപ്പം തന്നെ ഖത്തറിനെ അറിയിക്കുന്നു. ഖത്തർ വലിയ സുരക്ഷിതത്വം ഒരുക്കുന്നു. അഥവാ ഹമാസിൻ്റെ പരമാവധി നേതാക്കന്മാർ സംഗമിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആയിരുന്നു അന്ന് ഖത്തറിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഹമാസിൻ്റെ സർവ്വ ആളുകളെയും അവിടുന്ന് മാറ്റുകയും സുരക്ഷിത മേഖലയിലേക്ക് മാറ്റാനും സാധിച്ചത് തുർക്കി ഖത്തർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള അത് വിവരം ചോർത്തലിൻ്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചുരുക്കം. അപ്പോൾ അതിൽ നിന്ന് ഈ ഹമാസിൻ്റെ മേധാവിയുടെ ഒരു മകൻ മാത്രമാണ് കൊല്ലപ്പെട്ടത്. യഥാർത്ഥത്തിൽ 12ഓളം, ഒരു ഡസനോളം ഹമാസിൻ്റെ നേതാക്കന്മാർ പങ്കെടുത്ത സമാധാന ചർച്ചയുടെ പ്രധാനമായിരിക്കുന്ന മീറ്റിംഗ് നടക്കുന്ന ഏരിയയിലാണ് ഇസ്രായേൽ കൊണ്ടുപോയിട്ട് ഈ ആക്രമണം നടത്തിയത്. അതായത് യുദ്ധവിമാനങ്ങൾ നിരന്തരം ബോംബ് വർഷിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ബിൽഡിംഗ് ഒടിച്ച് തൂങ്ങിയിരിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. 4 പേരാണ് മരിച്ചത്, 3 പേരും അജ്നബികളാണെന്ന് പറയപ്പെടുന്നു. ഒരു സൈനികരുണ്ട്, ഈ ഖത്തറിൻ്റെ ഒരു സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ അകത്ത് തന്നെ
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും വിശ്വാസമില്ലാത്ത ഒരു രീതിയിലേക്കാണ് പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ മൊത്തം ആ രാജ്യം യുദ്ധത്തിൻ്റെ കെടുതിയും ദുരന്തവും വിഷയങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുകയാണ്. ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, യുദ്ധത്തിലാണ് വിജയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അങ്ങനത്തെ വല്ലാത്തൊരു മാനസിക പ്രയാസം നിലവിലെ സാഹചര്യത്തിൽ നെതന്യാഹു ഗവൺമെൻറ്റിന് ഇസ്രായേലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മറ നിൽക്കാൻ വേണ്ടിയായിട്ട് ഈ പല സംഭവങ്ങളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എല്ലാം പരാജയമാണ്. പറയുന്ന സമയത്ത് ഞങ്ങൾ വലിയ ശക്തിയാണ്, ഞങ്ങൾ കീഴടക്കും, അതാക്കും ഇതാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ലെബനാനിൻ്റെ പരമാവധി പ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സാമ്രാജ്യം ഉണ്ടാക്കുക എന്നതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ഭാവിയിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് നിരന്തരം നമ്മളിപ്പോൾ ഇസ്രായേലുമായിട്ട് ഈ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ ആവാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ മറ്റൊരു രീതി പറയുന്നത് മൊസാദിൽ നിന്ന് ആരാണ് ഇറാൻ്റെ ചാരന്മാരുള്ളത് എന്നതിനെക്കുറിച്ച് അന്വേഷണം അവർ ആരംഭിച്ചില്ല. അതൊരിക്കലും തെളിയാത്ത കാര്യമാണ്. ചാരന്മാരൊരിക്കലും പുറത്തു വരില്ല, അവരിൽ നിന്നുള്ള വിവരങ്ങളൊട്ട് മനസ്സിലാകുകയില്ല. ഈ ചാര വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസുകളൊന്നും ഉപയോഗിക്കാത്തവരാണ് എന്നും പറയുന്നു. അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിക്കാതെ നിൽക്കുന്ന സമയത്ത് പിന്നീട് ഇവരെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇവരുള്ള പ്രദേശത്തെക്കുറിച്ച് മനസ്സിലാക്കാനോ ഇസ്രായേലിനോ അമേരിക്കക്കോ ലോകത്തൊരു രാജ്യത്തിന് സാധിക്കില്ല. അപ്പോൾ ഈ അൽഖ്വയ്ദയുടെ തലവനായിരുന്ന ബിൻ ലാദൻ, ഭീകരവാദിയായിരിക്കുന്ന ഒസാമ ബിൻ ലാദനെ ഈ പാകിസ്ഥാനിലെ അറാട്ടാബാദിൽ വെച്ച് പിടിക്കപ്പെട്ടു എന്നുള്ളത് ശരി. എന്നാൽ പിടിക്കപ്പെടാതെ അദ്ദേഹം നീണ്ട ഒരു കാലം ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം അയാൾ എന്ത് ചെയ്തിട്ടില്ല. ഈ ബിൻ ലാദൻ എന്ന് പറയുന്ന കക്ഷി ഇലക്ട്രോണിക് ഡിവൈസ് ഒന്നും ഉപയോഗിക്കില്ലായിരുന്നു. മൊബൈൽ പോലെയുള്ള പേജർ പോലെ ഒരു കാര്യം ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ പറയപ്പെട്ട പ്രതിയെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു. പിന്നെ മറ്റു പല തന്ത്രങ്ങളും മറ്റു പല വഴികളും ഉപയോഗിച്ചുകൊണ്ടാണ് കണ്ടെത്തിയത്. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 1-2 വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ അവിടെ തന്നെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ ഈ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് ഈ മൊസാദ് സംഘത്തിൽപ്പെട്ട ആളുകളുടെ രഹസ്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സംശയിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ മൊസാദിൻ്റെ സംവിധാനത്തിൽ അതിൻ്റെ ഏറ്റവും ലീഡർഷിപ്പായിട്ട് മുൻപന്തിൽ നിൽക്കുന്ന ഒരാൾ, പിന്നെ ആ സംവിധാനത്തിനോട് ചേർന്ന് സഹകരിച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ, അവർ മാത്രമേ ലോകത്തിന് അറിയാൻ പറ്റൂ. അത് തന്നെ കൂടുതലും അറിയുന്നത് ഇസ്രായേലിന് മാത്രമാണ്, കുറഞ്ഞ ഭാഗം മാത്രമേ അമേരിക്കക്ക് പോലും അറിയൂ. അങ്ങനെ ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 15 ആളുകളെ മാത്രമേ മൊസാദുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിൽ നോക്കിയാലും ലോകത്തിൽ അറിയാൻ വേണ്ടി സാധിക്കൂ. എന്നാൽ ഇവരുടെ സംഘത്തിൽ 3000-ലധികം ആളുകളുണ്ട് എന്നുള്ളതാണ്. പല രാജ്യങ്ങളും പല രീതിയിലുമായിട്ട് ഈ 3000-ലധികം ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇത് ആരാണ് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. ആ രീതിയിൽ രഹസ്യമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്തു പോരുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന വിഷയം ഈ മൊസാദിൽ ഇറാൻ്റെ ചാരന്മാരുണ്ട്, അവർ രഹസ്യങ്ങൾ ചോർത്തുന്നു. അതേപോലെ തന്നെ അമേരിക്കയിലെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ബന്ധപ്പെട്ട ട്രംപുമായിട്ട് ബന്ധപ്പെട്ട ആരോ ഒരാൾ അല്ലെ 2 ആൾ ഇറാൻ്റെ ചാരരാണ്. അതുകൊണ്ട് അവിടുന്ന് വരുന്ന റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ അതും ചോർന്നു പോകുന്നുണ്ട് എന്നുള്ളത് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും. അപ്പോൾ ഈ കൃത്യമായിരിക്കുന്ന നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ സൈനിക ഉദ്യോഗസ്ഥർ, ഇസ്രായേലുള്ള സൈനിക ഉദ്യോഗസ്ഥർ, ഗവൺമെൻറ്റിലെ ഉന്നത പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾ, പിന്നീട് ഈ പാർലമെൻറ്റ് അംഗങ്ങൾ പോലെയുള്ള അവരുടെ നെസറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ഇവരൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന പ്രവർത്തനം പോലും അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. തങ്ങളെ പോലും നീയലായിട്ട് പിന്തുടരുന്നവരാരോ ഉണ്ടോ എന്ന് സംശയിക്കുന്നു. ഒരു കാറിൻ്റെ പിറകിൽ വേറൊരു കാർ വന്നാൽ ഇപ്പോൾ പരസ്പരം സംശയം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാര്യം ഇറാൻ ഒരുപാട് ലക്ഷ്യങ്ങൾ ഇസ്രായേലിൻ്റെ അകത്തുണ്ട്, അതവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ചില ലക്ഷ്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ടി ഒരുപാടൊന്നും കാത്തിരിക്കേണ്ടി വരില്ല, വല്ലാതെ വൈകാതെ തന്നെ അത് സാധ്യമാകുമെന്ന് മുമ്പ് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് അതിൻ്റെ രീതി കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചുള്ളൊരു വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഏതായാലും ടെല്ലവീവിനെ കേന്ദ്രമാക്കിയിട്ട് ഇപ്പോൾ സൈനികർക്ക് പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് അനാവശ്യമായ രീതിയിൽ പുറത്തിറങ്ങരുത്, നടക്കരുത്. ഈ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എല്ലാ ദിവസവും ഒരേ വാഹനങ്ങളാകരുത്, മാറി മാറി ഉപയോഗിക്കണം. സൂക്ഷിക്കപ്പെടുന്ന ആ വാഹനങ്ങൾ, അതായത് പാർക്കിംഗ് ഇല്ലാത്ത വാഹനമാണെങ്കിൽ പോലും വീടിൻ്റെയോ പരിസരത്തോ പാർക്ക് ചെയ്യരുത്. അത് അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഏതെങ്കിലും ആളുകളുടെ ബോംബ് കൊണ്ട് വെക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സങ്കീർണമാണ്. ഇത് മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ തെളിവായിട്ട് യഥാർത്ഥത്തിൽ ഇതിനെ നമ്മൾക്ക് വ്യാഖ്യാനിക്കാനും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയാനും സാധിക്കും
എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം.